ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചില ഇംഗ്ലീഷ് സ്ട്രക്ചേഴ്സാണ്, ചില പാറ്റേൺസ്. ഇത് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആകുന്ന സ്ട്രക്ചേഴ്സാണ്. വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ ഒരു കാര്യം, ഇത് പഠിച്ചാൽ മാത്രമല്ല അത് പ്രാക്ടീസ് ചെയ്യുകയും വേണം. അപ്പോൾ വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഈ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ് എന്നല്ലേ, അത് നമുക്ക് നോക്കാം. See someone doing something. ഇപ്പോൾ നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ പറയാറുള്ളതാണ്, അവൻ മാർക്കറ്റിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. അവൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് അവൻ കണ്ടു. കുട്ടികൾ പഠിക്കുന്നത് ടീച്ചർ കണ്ടു. അവർ വീട് വൃത്തിയാക്കുന്നത് ഞങ്ങൾ കണ്ടു. ഇങ്ങനെയൊക്കെ എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നതല്ലേ. ഇതൊക്കെ പറയാൻ നമുക്ക് സീ സംവൺ ഡൂയിങ് സംതിങ് എന്ന ഒരു പാറ്റേൺ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, അവൻ മാർക്കറ്റിൽ പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ടു എന്നാണ്. അപ്പോൾ ഐ സോ ഹിം ഗോയിങ് ടു മാർക്കറ്റ്. ഐ സോ ഹിം, അവൻ പോകുന്നതല്ലേ കണ്ടത്, അപ്പോൾ ഹിം. ഐ സോ ഹിം ഗോയിങ് ടു മാർക്കറ്റ്. ഇനി അവൻ മാർക്കറ്റിൽ പോകുന്നത് അവൾ കണ്ടു എന്നാണെങ്കിൽ അവൾ കണ്ടു എന്നാണ്. അപ്പോൾ ഷീ സോ ഹിം ഗോയിങ് ടു മാർക്കറ്റ്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് മാറ്റി മാറ്റി ഉപയോഗിക്കാം. ഇനി ഞാൻ മാർക്കറ്റിൽ പോകുന്നത് അവൾ കണ്ടു എന്നാണെങ്കിൽ അവൾ കണ്ടു എന്നാണ്. അപ്പോൾ ഷീ സോ മീ ഗോയിങ് ടു മാർക്കറ്റ്. മനസ്സിലായില്ലേ? സബ്ജക്റ്റൊക്കെ നമുക്ക് മാറ്റി മാറ്റി ആ മീനിങ് അനുസരിച്ച് മാറ്റി മാറ്റി ഉപയോഗിക്കാം. അവൻ ഓഫീസിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ഞങ്ങൾ കണ്ടു. വി സോ ഹിം കമ്മിങ് ഔട്ട് ഓഫ് ദ ഓഫീസ്. അവൻ സിഗരറ്റ് വലിക്കുന്നത് ഞാൻ കണ്ടു. ഐ സോ ഹിം സ്മോക്കിംഗ് എ സിഗരറ്റ്. അവൻ കരയുന്നത് അവൻ്റെ ടീച്ചർ കണ്ടു. ഹിസ് ടീച്ചർ സോ ഹിം ക്രൈയിങ്. അവർ എന്നോട് സംസാരിക്കുന്നത് അവൻ കണ്ടു. ഹീ സോ ദം ടോക്കിംഗ് ടു മീ. അവൾ ഉറങ്ങുന്നത് ഞാൻ കണ്ടു. ഐ സോ ഹർ സ്ലീപ്പിംഗ്. ഇനി അടുത്ത സ്ട്രക്ചർ, ഹേർഡ് സംവൺ സേയിങ് സംതിങ്. ഹേർഡ് സംവൺ സേയിങ് സംതിങ്. അവൾ പാട്ട് പാടുന്നത് ഞാൻ കേട്ടു. അവൾ ഷൗട്ട് ചെയ്യുന്നത് അവൻ കേട്ടു. ആ കുട്ടി കരയുന്നത് ഞാൻ കേട്ടു. ഇങ്ങനെയൊക്കെ പറയില്ലേ? ഇതും നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അവൻ ഷൗട്ട് ചെയ്യുന്നത് ഞാൻ കേട്ടു. അവൻ ഷൗട്ട് ചെയ്യുന്നത് ഞാൻ കേട്ടു എന്നാണ്. അപ്പോൾ ഐ ഹേർഡ് ഹിം ഷൗട്ടിങ്. ഇനി അവൻ കരയുന്നത് അവർ കേട്ടു എന്നാണെങ്കിൽ അവർ കേട്ടു എന്നാണ്. ദേ ഹേർഡ് ഹിം ക്രൈയിങ്. ദേ ഹേർഡ് ഹിം ക്രൈയിങ്. അവൻ കരയുന്നത് അവർ കേട്ടു. അവൻ ആരോടോ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഐ ഹേർഡ് ഹിം ടോക്കിംഗ് ടു സംവൺ. അവൾ പാടുന്നത് അവൻ കേട്ടു. ഹീ ഹേർഡ് ഹെർ സിംഗിങ്. നിങ്ങൾ ഷൗട്ട് ചെയ്യുന്നത് ഞാൻ കേട്ടു. ഐ ഹേർഡ് യു ഷൗട്ടിങ്. അവൻ നിന്നെപ്പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഐ ഹേർഡ് ഹിം സ്പീക്കിംഗ് അബൌട്ട് യു. ഇനി അടുത്ത ഫ്രേസ്, കോട്ട് സംവൺ ഡൂയിങ് സംതിങ്. ഒരാളൊരു കാര്യം ചെയ്യുന്നത് ഞാൻ പിടിച്ചു എന്ന് പറയില്ലേ? പിടിച്ചു മീൻസ് അത് കണ്ടു. ഫോർ എക്സാമ്പിൾ, ഒരാൾ പൈസ മോഷ്ടിക്കുന്നത് ഞാൻ പിടിച്ചു. ക്യാച്ച് എന്നാൽ പിടിക്കുക, കോട്ട് എന്നാൽ പിടിച്ചു. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കോട്ട്. അവൻ കൈക്കൂലി വാങ്ങുന്നത് അവർ പിടിച്ചു. ഇവിടെയൊക്കെ നമുക്ക് കോട്ട് സംവൺ ഡൂയിങ് സംതിങ് എന്ന ഒരു പാറ്റേൺ ഉപയോഗിക്കാം. അവൻ മോഷ്ടിക്കുന്നത് ഞാൻ പിടിച്ചു. ഐ കോട്ട് ഹിം സ്റ്റീലിംഗ്. സ്റ്റീലിംഗ് എന്നാൽ സ്റ്റീൽ എന്നാൽ മോഷ്ടിക്കുക.
ഐ കോട്ട് ഹിം സ്റ്റീലിങ്. അപ്പോൾ മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടു, അതാണ്, അത് മനസ്സിലാക്കി, അത് പിടിച്ചു. അവൻ കൈക്കൂലി വാങ്ങുന്നത് ഞങ്ങൾ പിടിച്ചു. വി കോട്ട് ഹിം ടേക്കിംഗ് ബ്രൈബ്. ബ്രൈബ് എന്നാൽ കൈക്കൂലി. വി കോട്ട് ഹിം ടേക്കിംഗ് ബ്രൈബ്. അവൻ മോഷ്ടിക്കുന്നത് ഞാൻ പിടിച്ചു. ഐ കോട്ട് ഹിം സ്റ്റീലിംഗ്. അവൻ കൈക്കൂലി വാങ്ങുന്നത് ഞങ്ങൾ പിടിച്ചു. വി കോട്ട് ഹിം ടേക്കിംഗ് ബ്രൈബ്. അവൻ അവളുടെ ഐഫോൺ മോഷ്ടിക്കുന്നത് അവൾ പിടിച്ചു. ഷീ കോട്ട് ഹിം സ്റ്റീലിംഗ് ഹെർ ഐഫോൺ. തെറ്റായ ഒരു കാര്യം ചെയ്തതിന് അവൻ പിടിക്കപ്പെട്ടു. ഹി വാസ് കോട്ട് ഡൂയിങ് സംതിങ് റോങ്. നോക്കൂ, പാസീവ് വോയിസിലെ ഒരു സെൻറ്റൻസ് ആണിത്. അതുകൊണ്ടാണ് വാസ് കോട്ട് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. പിടിക്കപ്പെട്ടു എന്ന മീനിങ് ആണ് ഇവിടെ. അപ്പോൾ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പാറ്റേൺസ് ആണ്. ഇതൊക്കെ കൂടുതൽ സെൻറ്റൻസസ് ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ സന്ദർഭം വരുമ്പോൾ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആ പാറ്റേൺ പഠിച്ചു വയ്ക്കുകയേ വേണ്ടൂ.